ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാരെ, SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സാഹിത്യോത്സവിന്റെ ധന്യമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ കാരുണ്യമാണ് ഇസ്ലാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. പരമകാരുണികനായ അല്ലാഹുവിന്റെ ദയയുടെയും അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെയും നിദർശനങ്ങൾ പ്രപഞ്ച സൃഷ്ടിയിൽ വ്യാപിച്ചു കിടക്കുന്നു. അല്ലാഹുവിന്റെ നാമങ്ങളിലൊന്നായ റഹ്മാൻ അഥവാ പരമകാരുണികൻ എന്നതിൽ തന്നെ ഇസ്ലാമിലെ കാരുണ്യത്തിന്റെ മൂല്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയാണ് പരിശുദ്ധ ഉമ്മത്തിന് മുമ്പിൽ റസൂലുള്ളാഹി കാണിച്ചതും. മനുഷ്യരോട് മാത്രമല്ല, മിണ്ടാപ്രാണികളായ ജീവികളോട് പോലും കരുണയോടെ പെരുമാറുന്നവർക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നത്. കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് ഉദാഹരണത്തിന് ധാരാളമാണ്. കാരുണ്യവും വിട്ടുവീഴ്ചയും അന്യം നിൽക്കുന്ന ആധുനിക യുഗത്തിൽ ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയും കുറിച്ച് സംസാരിക്കുന്നത് വലിയ മഹത്തമായ ഒരു കർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു. സർവ്വലോകർക്കും അനുഗ്രഹീതമായിട്ടാണ് ഞാൻ തങ്ങളെ നിയോഗിച്ചത് എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത്. സർവ്വജീവജാലങ്ങളോടും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളോടും അങ്ങേയറ്റത്തെ കാരുണ്യമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. കാരുണ്യത്തിന്റെ നീർകുളമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൃദ്ധന്മാരോടും കുട്ടികളോടും സ്ത്രീകളോടും അവശന്മാരോടുമെല്ലാം ആ നിർമ്മലമായ ഹൃദയം അങ്ങേയറ്റത്തെ കാരുണ്യത്തോടെ പെരുമാറുകയുണ്ടായി. മുതിർന്നവരെ ആദരവ് പ്രകടിപ്പിക്കാത്തവരും കുട്ടികളെ ബഹുമാനിക്കാത്തവരും നമ്മിൽ പെട്ടവരല്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയുണ്ടായി. പരസ്പര കാരുണ്യം വിശ്വാസികളുടെ സ്വഭാവ ഗുണമാണെന്ന് തിരുമൊഴികളിലും വന്നിട്ടുണ്ട്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വർണ്ണന നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരു അവയവത്തിൽ രോഗബാധിതമായ മറ്റു അവയവങ്ങൾ പനി പിടിച്ചും ഉറക്കമൊഴിച്ചും ആ രോഗബാധിതമായ അവയവത്തിനു വേണ്ടി പരസ്പരം നിലകൊള്ളും. പരിശുദ്ധ ഹദീസിൽ കാണാം, നിശ്ചയം തന്റെ ദാസന്മാരിൽ കരുണയുള്ളവരിൽ മാത്രമേ അല്ലാഹു തആല കാരുണ്യം ചൊരിയൂ. അതുകൊണ്ട് നാം പരസ്പരം കരുണയുള്ളവരാവുക. എൻ്റെ ഈ വാക്കുകൾ അതിനുള്ള പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല